ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോൺ കുര്യൻ. ഞാൻ പുതിയ ഒരു ചാനൽ ആരംഭിക്കുകയാണ്. എനിക്ക് അമേസിംഗ് അമേരിക്ക എന്ന് പറയുന്ന ഒരു ട്രാവൽ ചാനലുണ്ട്. അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ നന്ദി. പുതിയ ഒരു ചാനൽ ആരംഭിക്കുന്നത് വളരെയധികം വ്യത്യസ്തമായ ഒന്നാണ്. അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ദൈവങ്ങളുടെ വികൃതികൾ എന്നാണ്. ദൈവങ്ങളുടെ വികൃതികൾ എന്ന് പറയുമ്പോൾ പലരുടെയും നെറ്റിച്ചുളിയും എന്ന് എനിക്കറിയാം. പക്ഷേ വളരെയധികം പേർക്ക് അത് കൗതുകകരമായിരിക്കും എന്നും എനിക്കറിയാം. അപ്പൊ എന്താണ് ദൈവങ്ങളുടെ വികൃതികൾ, അല്ലെങ്കിൽ എന്താണ് ആ പേരിന് പുറകിലുള്ള കാരണം വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു തുടക്കം, അപ്പൊ ഒരു ആമുഖ വീഡിയോ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. നമുക്ക് ലോകത്ത് പല രീതിയിലുള്ള ദൈവങ്ങളുണ്ട്. വളരെയധികം ദൈവങ്ങളുണ്ട്. ദൈവങ്ങൾ ഉണ്ടായിരുന്നു, ഇനിയും ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് നിങ്ങൾ ആരാധിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ശക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആരാധിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ശക്തി. അങ്ങനെയുള്ള ശക്തികൾ മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. മഴയും സൂര്യനും കാറ്റും സമുദ്രവും ഒക്കെ ദൈവങ്ങളായിരുന്നു. അതുപോലെ തന്നെ സിയൂസ്, ഇന്ദ്രൻ, ജൂപ്പിറ്റർ, അങ്ങനെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ആഫ്രിക്കയില് നൂറുകണക്കിന് ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സംസ്കാരങ്ങളിൽ റോമാ സാമ്രാജ്യത്തിലെ ദൈവങ്ങള്, ഇന്ത്യയിലെ ദൈവങ്ങള്, എത്രയധികോ ദൈവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവരെയെല്ലാം മനുഷ്യൻ ആൾമോസ്റ്റ് മറന്നുപോയിരിക്കുന്നു, അല്ലെങ്കിൽ അവയൊന്നും ഇന്ന് ദൈവങ്ങളായിട്ട് ആരാധിക്കപ്പെടുന്നില്ല. ഇന്ന് പുതുയുഗ ദൈവങ്ങളാണ്, പല ദൈവങ്ങളുണ്ട്. ആധുനിക ലോകത്തില് മനുഷ്യൻ പള്ളികളിലും അമ്പലങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഭക്തി കേന്ദ്രങ്ങളിലുമൊക്കെ പോയി ആരാധിക്കുന്ന ദൈവങ്ങളുണ്ട്. മനുഷ്യ ദൈവങ്ങൾ ധാരാളമുണ്ട്. കെട്ടിപ്പിടിക്കുന്ന ദൈവം തൊട്ട് ചൂലിനടിക്കുന്ന ദൈവം വരെയുണ്ട്. അങ്ങനെ ദൈവങ്ങളുടെ വലിയൊരു നിര ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ദൈവങ്ങൾ, ഈ രാഷ്ട്രം തന്നെ ഞാനാണ് എന്ന് കരുതുന്ന ദൈവങ്ങൾ, ഞാനാണ് എല്ലാം എന്ന് കരുതുന്ന ദൈവങ്ങൾ, ബിസിനസ് സാമ്രാജ്യത്തിന്റെ ദൈവങ്ങൾ, നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരിൽ പലരും പോലും ഞങ്ങൾ ദൈവങ്ങളെ പോലെയാണ് എന്ന് കരുതുന്നവരും അതേപോലെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. ദൈവത്തോട് അടുത്തു നിൽക്കുന്നവരെന്ന് കൊട്ടിഘോഷിച്ച് മുട്ടുകാലിലെ പനി മുതൽ ക്യാൻസർ വരെ മാറ്റുന്നവരുണ്ട്. അങ്ങനെ ദൈവങ്ങളുടെ ഒരു വലിയ നിരയാണ്. ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ സൂപ്പർ നാച്ചുറൽ ശക്തി മാത്രമല്ല, ഇന്ന് ആധുനിക സയൻസിനെതിരെ നിൽക്കുന്ന എന്തും, ആധുനിക ശാസ്ത്രത്തെയും പുരോഗതിയെയും തള്ളിപ്പറയുന്ന എന്തും, മനുഷ്യന്റെ പുരോഗതിയെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന എന്തും, ഇന്ത്യയിൽ തന്നെ ആധുനിക രാഷ്ട്രീയ ദൈവങ്ങൾ ധാരാളമുണ്ട്. പശു ഒരു ദൈവമാണ്. അങ്ങനെ വളരെയധികം മൃഗങ്ങൾ നമുക്ക് ദൈവങ്ങളായിട്ടുണ്ട്. അമ്പലങ്ങളിൽ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്ന പട്ടികളും പശുക്കളും മറ്റു മൃഗങ്ങളും ഒക്കെ ഉണ്ട്. പള്ളികളിൽ ഗോതമ്പ് മാവ് മനുഷ്യ മാംസമാക്കി മാറ്റുന്ന ദൈവങ്ങളുണ്ട്. മാറ്റുന്ന മനുഷ്യ ദൈവങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ ആരാധിക്കുന്ന അതൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്ന സാധാരണക്കാരായ നമ്മളെ പോലുള്ള മനുഷ്യ ദൈവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ദൈവങ്ങളുടെ പട്ടിക വലുതാണ്. ആ ദൈവങ്ങളുടെ വികൃതികൾ ആണ് ഞാൻ ഈ വീഡിയോകളിൽ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ലോകത്ത് ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, മനുഷ്യൻ ഇപ്പോഴും എന്തുകൊണ്ട് കഷ്ടപ്പെടലുകൾ ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ, അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ദൈവങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നവർ ദൈവങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള വളരെയധികം ഒരു സങ്കീർണമായ ദൈവങ്ങൾക്ക് ഇടയിലാണ് നമ്മൾ ഈ ആധുനിക കാലത്ത് ജീവിക്കുന്നത്. അപ്പൊ അവരുടെ വികൃതികളെ തുറന്നു കാണിക്കുക, അവരുടെ വികൃതികളെ പറ്റി സംസാരിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഈ ചാനലിന്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതിന് പരസ്യം കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ധാരാളം ചോദ്യങ്ങൾ ഇതിലുണ്ടാകും എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ വിഷയത്തെയാണ്. അതിൽ വളരെയധികം പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ എന്നിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ വീഡിയോകൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഒരു ആരോഗ്യകരമായ ഒരു ഡിസ്കഷൻ എനിക്കിഷ്ടമാണ്. പക്ഷേ അനാരോഗ്യപരമായിട്ടുള്ളത്, ഒരാള് അയാളുടെ അഭിപ്രായം പറയുമ്പോൾ അത് ഞാനായാലും നിങ്ങളായാലും അയാളെ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അയാളുടെ വീട്ടിലുള്ളവർക്ക് പറയുക, അങ്ങനെയൊക്കെ കുറെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതൊക്കെ മറ്റൊരു തരം ദൈവങ്ങളുടെ പ്രവൃത്തികളാണ്. ഈ ആമുഖം ഞാനിവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അത് വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ കൂടെ ക്ലബ്ബ് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമില്ല. പ്രധാനമായിട്ടും ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ കുറിച്ചാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു ഡിബേറ്റിൽ നടത്തിയ ആമുഖ പ്രസംഗം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ക്രിസ്റ്റഫർ ഹിച്ചൻസ്. അദ്ദേഹം മരിച്ചുപോയി. ഇവിടെയുള്ള യുക്തിവാദികളുടെ അല്ലെങ്കിൽ എത്തീസ്റ്റുകളുടെ 4 പവർ ഹോഴ്സസ് എന്ന് പറയുന്ന 4 മനുഷ്യരുണ്ട്. അവരിൽ ഒന്നാമനായിരുന്നു ക്രിസ്റ്റഫർ ഹിച്ചൻസ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം. ഉടൻ തന്നെ ഞാനത് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. സമാന ചിന്താഗതിക്കാരുമായിട്ട് ഇത് പങ്കുവയ്ക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ തൽക്കാലത്തേക്ക് സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ.